ഏറെ പ്രിയങ്കരനായ ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് വിജിൽ മോഹനൻ, ഈ സമരം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യാൻ എത്തിച്ചേർന്ന KPCCയുടെ മെമ്പർ, കണ്ണൂർ കോർപ്പറേഷന്റെ കൌൺസിലർ കൂടിയായിരിക്കുന്ന മുജിൽ മാക്കുറ്റി, ഈ സമരത്തിന് മുഖ്യപ്രഭാഷണം നടത്തുന്നതിന് വേണ്ടി എത്തിച്ചേർന്നിരിക്കുന്ന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി, കേരളത്തിന്റെ ചാർജ് വഹിക്കുന്ന ശ്രാവൺ റാവുജി അവർകൾ, സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറിമാർ പ്രിയപ്പെട്ട അബ്ദുൾ റഷീദ് VP, രാഹുൽ വെച്ചിയോട്ട്, സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ സെക്രട്ടറിമാർ പ്രിയപ്പെട്ട റോബർട്ട് വെള്ളാമ്പള്ളി, പ്രിയപ്പെട്ട മൊഹസിൻ കാദിയോട്, ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റ് പ്രിയപ്പെട്ട മഹിത, ബ്ലോക്ക് യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റുമാർ, മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി വയറ് മടക്കി പിടിച്ചാണ് പ്രസിഡന്റുമാർ ഉൾപ്പെടെയുള്ള നേതാക്കന്മാരെ, പ്രിയപ്പെട്ടവരെ, സഹപ്രവർത്തകരെ, എന്റെ ശബ്ദം ശ്രമിക്കുന്ന ജനാധിപത്യ വിശ്വാസികളെ, പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കളെ, പോലീസ് അധികാരികളെ, ഈ കണ്ണൂരിന്റെ മണ്ണിൽ യൂത്ത് കോൺഗ്രസ് നിരവധിയാർന്ന അനവധി സമര പോരാട്ടങ്ങൾ ഈ ജില്ലക്കകത്ത് നടത്തിയിട്ടുണ്ട്. പക്ഷേ ഒരു വിഷയത്തിനകത്ത് രണ്ടാമത് സമരം നടത്തേണ്ടി വരുന്ന വിഷയമെന്ന് പറയുന്നത് ഈ കേരളത്തിനകത്തെ വളരെ വിരളമാണ്, അപൂർവമാണ്. ഈ ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തന്നെ ഈ അയ്യപ്പന്റെ സ്വർണം കെട്ട വിഷയവുമായി ബന്ധപ്പെട്ട് രണ്ടാമത് സമരമാണ് ഈ സായം സന്ധ്യയിൽ കണ്ണൂർ പട്ടണത്തിൽ നഗരം ചുറ്റി കടന്നു വന്നിരിക്കുന്നത്. ഈ സമരത്തിന്റെ ഉദ്ദേശം എന്താണെന്നുള്ളത് ഈ നാടിനകത്തെ മുഴുവൻ ജനാധിപത്യ വിശ്വാസികൾക്കും അറിയാം. എന്തിനു വേണ്ടിയിട്ടാണ് ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇങ്ങനെയൊരു സമരത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ട് ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതാക്കന്മാരും പ്രവർത്തകന്മാരും ഈ സമരത്തിന് വേണ്ടി ഈ ജില്ലക്കകത്തെ കണ്ണൂർ ടൗണിൽ പട്ടണത്തിനകത്ത് എത്തിച്ചേർന്നിട്ടുള്ളത് എന്നുള്ളത് ഇവിടുത്തെ മുഴുവൻ ജനാധിപത്യ വിശ്വാസികൾക്കും അറിയാം. കേരളത്തില് ഇന്ന് വരെ കെട്ടുകൾവില്ലാത്ത രൂപത്തിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നേതൃത്വം നൽകുന്ന ഭരണസമിതിയും പിണറായി വിജയൻ നേതൃത്വം നൽകുന്ന അയ്യപ്പന്റെ സ്വർണം കട്ടുകൊണ്ടുപോയി എന്ന ഏറ്റവും ഗൌരവകരമായ വിഷയത്തിന്റെ പേരിലാണ് യൂത്ത് കോൺഗ്രസ് ഈ ഒരു സമര പോരാട്ടവുമായി കേരളം മുഴുവൻ, ഈ സംസ്ഥാനം മുഴുവൻ സമര പദ്ധതിയുമായി മുന്നോട്ട് പോകുന്നത്. പലതവണ ഈ വിഷയത്തിന്റെ പേരിൽ യൂത്ത് കോൺഗ്രസ് സമരം നടത്തി. പലതവണ ഈ വിഷയത്തിന്റെ പേരിൽ യൂത്ത് കോൺഗ്രസ് സമര പോരാട്ടങ്ങളുടെ ഭാഗമായി ഈ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള തെരുവുകളിൽ സമരം ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒരു സമരം ചെയ്ത വിഷയത്തിന്റെ പേരിൽ, ഒന്നുകിൽ ആ സമരം ചെയ്ത വിഷയത്തിന്റെ പേരിൽ അതവിടെ അവസാനിക്കണം. പക്ഷേ കേരളം കണ്ട ഇത്രയേറെ ഗുരുതരമായ ഒരു വിഷയത്തിന്റെ പേരിൽ സമരം അവസാനിപ്പിക്കുവാൻ ഞങ്ങൾക്ക് സാധിക്കാതിരിക്കുവാനുള്ള കാരണമെന്ന് പറയുന്നത്, പ്രിയപ്പെട്ടവരെ, ഈ വിഷയത്തിന്റെ പേരിൽ ഗൌരവകരമായ വിഷയങ്ങൾ ഓരോ ദിനം കഴിയുന്നതോടുകൂടിയും ഈ കേരളത്തിന്റെ ജനതയുടെ മനസ്സിലേക്ക് ആഴ്ന്നിറങ്ങുകയാണ്. ഞാൻ നിങ്ങൾക്ക് മുമ്പിലേക്ക് സംസാരിക്കുമ്പോൾ ഞാൻ കടന്നു വന്നത് അഖിലേന്ത്യാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി ഏറ്റവും ബഹുമാനനായ ശ്രാവൺ റാവുവിന്റെ കൂടെയാണ്. അദ്ദേഹം തെലുങ്കാന സ്വദേശിയാണ്. ആ തെലുങ്കാന സ്വദേശിയായ ശ്രാവൺ റാവു ഈ വിഷയത്തിന്റെ പേരിൽ കണ്ണൂർ ജില്ലക്കകത്തൊരു സമരം നടക്കുന്നു എന്നറിഞ്ഞതിന്റെ പേരിൽ ഇന്നലെ വൈകുന്നേരം ഡൽഹിയിൽ നിന്ന് വിമാനം കയറി കണ്ണൂരിലെത്തിയിരിക്കുകയാണ്. അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു, ഇത്ര ഗൌരവകരമായ വിഷയത്തിന്റെ പേരിൽ നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് കണ്ണൂരിലേക്ക് കടന്നു വന്നതെന്ന് പറയുമ്പോ ഈ വിഷയത്തിന്റെ പേരിൽ അദ്ദേഹത്തിന്റെ നാട്ടിൽ നിന്ന്, തെലുങ്കാനയിൽ നിന്ന് അയ്യപ്പ ഭക്തന്മാർ അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, നിങ്ങൾ കണ്ണൂർ ജില്ലയുടെ ചാർജ് വഹിക്കുന്ന, കേരളത്തിന്റെ ചാർജ് വഹിക്കുന്ന യൂത്ത് കോൺഗ്രസിന്റെ ഭാരവാഹിയല്ലേ? ഈ കേരളത്തിനകത്ത് ഇത്രയേറെ ഗൌരവകരമായ ഒരു വിഷയം നടന്നിട്ട് നിങ്ങൾ ആ സമരത്തിൽ പങ്കെടുക്കുന്നില്ലേ എന്ന് ചോദിച്ചപ്പോൾ ആ വിമാനത്തിനകത്ത് കയറി ഇന്നലെ രാത്രി ഏറ്റവും ബഹുമാനനായ ശ്രാവൺ റാവു ഈ കണ്ണൂരിലേക്ക് സമരത്തിന്റെ പേരിൽ കടന്നു വരികയാണ്. തെലങ്കാനയിലെയും കർണാടകത്തിലെയും ഈ രാജ്യത്തെ മുഴുവൻ അയ്യപ്പനെ സ്നേഹിക്കുന്ന ഭക്തന്മാരുടെ ഹൃദയത്തിലേക്ക് മുറിവ് അറ്റുവീണിട്ടാണ് ഈ സമരം ഈ യൂത്ത് കോൺഗ്രസ് പിന്നെയും ഏറ്റെടുത്ത് മുന്നോട്ട് പോകേണ്ട സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. ഏറ്റവും ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഇന്നലെ ഒരു ഏറ്റവും പരമപ്രധാനമായ ഒരു കണ്ടെത്തലുണ്ടായി. മുൻ ദേവസ്വം ബോർഡ് അംഗമായിരിക്കുന്ന ഒരു വ്യക്തി സുപ്രീം കോടതിയിലേക്ക് ഒരു റിട്ട് കൊടുത്തു. എന്താണ് ആ റിട്ട്? എന്നെ ഈ സമരത്തിന്റെ പേരിൽ അവഹേളിക്കുകയാണ്, എന്റെ പേര് ഈ ഒരു അയ്യപ്പന്റെ സ്വർണം കെട്ട വിഷയവുമായി ബന്ധപ്പെട്ട് വലിച്ചടക്കുകയാണെന്ന് മുൻ ദേവസ്വം ബോർഡിന്റെ മെമ്പർ കൂടിയായിട്ടുള്ള ആള് സുപ്രീം കോടതിയിലേക്ക് എന്നെ അതിൽ നിന്നും പരാമർശിച്ചതിനകത്ത് ഹൈക്കോടതിയെ ഒഴിവാക്കണമെന്ന് ആ സുപ്രീം കോടതിക്കകത്ത് അദ്ദേഹം പറഞ്ഞപ്പോ സുപ്രീം കോടതി ഇന്ന് വരെ കേൾവിയില്ലാത്ത രൂപത്തിൽ അയ്യപ്പനെ പോലും വെറുതെ വിടാത്ത ഒരു ഗവൺമെന്റും
അയ്യപ്പനെ പോലും വെറുതെ വിടാത്ത ഒരു ഭരണസമിതിയുമാണ് ഈ പറയുന്ന ശബരിമല ഉൾപ്പെടെയുള്ള ദേവസ്വം ബോർഡ് ഭരണം നടത്തി മുന്നോട്ട് പോകുന്നതെന്ന് പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ, ഈ കേരളത്തിന്റെ മണ്ണിൽ ആലിബാബയും 97 കള്ളന്മാരുമായി പിണറായി വിജയനും 97 കള്ളന്മാരും കേരളം ഭരിച്ച് മുന്നോട്ട് പോകുന്നതുമ്പോ പ്രിയപ്പെട്ട ഈ കേരളത്തിനകത്തെ ജനസമൂഹം കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഈ നാടിനകത്തെ ജനത ഒരു വിധിയെഴുത്ത് നടത്തി. ആ വിധിയെടുത്ത് ഈ അയ്യപ്പന്റെ സ്വർണ്ണം കെട്ടവന്മാർക്ക് കൂടിയുള്ളതാണെന്ന് നമുക്ക് ഓർത്തെടുക്കാൻ വേണ്ടി സാധിക്കും. ഇന്ന് പത്രങ്ങളിലും ഇന്ന് പത്രമാധ്യമങ്ങളിലും റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന വാർത്ത എന്ന് പറയുന്നത് അയ്യപ്പന്റെ ഏറ്റവും പരമപ്രധാനമായ മുസ്ലിമായ ഫർസുൻ മജീദിനും ക്രിസ്ത്യനായ വ്യക്തിക്കും ഹിന്ദുവായ വ്യക്തിക്കും ഏതൊരു അയ്യപ്പ ഭക്തനും ശബരിമലയിലേക്ക് കടന്നുപോയി കഴിഞ്ഞാൽ അവിടെ നിന്നും കൊണ്ടു നൽകുന്ന അയ്യപ്പന്റെ അരമണ എന്ന് പറയുന്ന ഞങ്ങളൊക്കെ ഭക്ഷണമായി ഞങ്ങളൊക്കെ കടിക്കുന്ന അരമണയിൽ പോലും 16 ലക്ഷം രൂപയുടെ അഴിമതി ഈ ദേവസ്വം ബോർഡ് നടത്തിയെന്ന് പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ, അരമണയിൽ പോലും കൈയിട്ട് വാരുന്ന ഒരു പിണറായി വിജയൻ ഗവൺമെന്റ് ഈ കേരളം ഭരിക്കുമ്പോ ഇവരുടെ അന്ത്യമെന്ന് പറയുന്നത് ഈ വരുന്ന ഏപ്രിൽ മാസം നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പോടുകൂടി കേരളത്തിന്റെ മണ്ണിൽ നിന്നും ഇവരെ ഇല്ലാതാവുകയും ഇന്ത്യയുടെ മണ്ണിൽ ഒരു തുരുത്തായി അവശേഷിക്കുന്ന കേരളം കൂടി ഈ ഭരണത്തിന്റെ അന്ത്യത്തോടുകൂടി അവസാനിക്കുമെന്ന് മാത്രം പറഞ്ഞു വെച്ചുകൊണ്ട് സുദീർഘമായി സംസാരിച്ച് കടന്നു പോകുന്നില്ല. എന്റെ കർത്തവ്യം എന്ന് പറയുന്നത് ഈ ചടങ്ങിന് ഈ സമര പരിപാടിക്ക് സ്വാഗതം പറയുക എന്നുള്ളതാണ്. ഏറ്റവും ബഹുമാനീയനായ ഈ സമര പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യാൻ എത്തിച്ചേർന്ന നിരവധിയാർന്ന അനവധി സമരങ്ങളുടെ പോരാട്ടങ്ങൾ ഈ കണ്ണൂർ ജില്ലക്കകത്തും കേരളത്തിനകത്തും നടത്തി വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനങ്ങളിലൂടെ കടന്നുവന്ന് ഈ ഇന്ന് കണ്ണൂർ കോർപ്പറേഷനകത്തെ ഒരു കൌൺസിലറായി മൃഗീയമായ ഭൂരിപക്ഷത്തിനകത്ത് വിജയിച്ചുവെന്ന പ്രിയങ്കരനായ റിജൽ മാക്കുറ്റി ഒരു കാലഘട്ടത്തിനകത്ത് അദ്ദേഹം ഇന്ന മതത്തിന്റെ ആളാണ്, ഇന്ന വ്യക്തിയുടെ ആളാണ്, ഇന്ന സമരം നടത്തിയതിന്റെ പേരിൽ അദ്ദേഹം ജയിച്ചു വരില്ല എന്ന് ഇവിടെ നിന്നും അയ്യപ്പന്മാരുടെ സേവിക്കുന്നുവെന്ന് പറയുന്ന RSSകാർ ഉൾപ്പെടെ വിളിച്ചു പറഞ്ഞപ്പോ ഈ കണ്ണൂർ കോർപ്പറേഷനകത്തെ ഏറ്റവും വലിയ മൃഗീയമായ ഭൂരിപക്ഷത്തിൽ 700 പരം ഭൂരിപക്ഷത്തിൽ ഈ കണ്ണൂർ കോർപ്പറേഷനകത്തു നിന്നും വിജയിച്ചു വന്ന റിജൽ മാക്കുറ്റിയാണ് ഈ സമരം ഉദ്ഘാടനം ചെയ്യാൻ കടന്നു വന്നിട്ടുള്ളത്. അദ്ദേഹത്തെ ഈ സമര പോരാട്ട പരിപാടിയിലേക്ക് സാന്ദർഭികമായി സ്വാഗതം ചെയ്യുന്നു. ഏറ്റവും ബഹുമാനനായ അഖിലേന്ത്യാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി, കേരളത്തിന്റെ ചാർജ് വഹിക്കുന്ന ഏറ്റവും ബഹുമാനീയനായ സാവൻ റാബു അവർ ഈ പരിപാടിക്ക് മുഖ്യപ്രഭാഷണം നടത്തുന്നതിന് വേണ്ടി എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തെയും സ്വാഗതം ചെയ്യുകയാണ്. സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറിമാർ ഏറ്റവും ബഹുമാനനായ അബ്ദുൾ റഷീദ് BP, പ്രിയങ്കരനായ രാഹുൽ വെച്ചിയോട്ട്, പ്രിയപ്പെട്ട റോബർട്ട് വെള്ളാമ്പള്ളി, പ്രിയപ്പെട്ട മുഹസിൻ ഖാദിയോട് ഉൾപ്പെടെയുള്ള മുഴുവൻ നേതാക്കന്മാരെയും മുഴുവൻ മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റുമാരെയും ബ്ലോക്ക് യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റുമാരെയും മുഴുവൻ ജനാധിപത്യ വിശ്വാസികളെയും മാധ്യമ സുഹൃത്തുക്കളെയും ഈ സമര പരിപാടിയിലേക്ക്, ഈ വ്യത്യസ്തമായ സമര പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് എല്ലാവർക്കും അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഈ സമരത്തിന് അധ്യക്ഷത വഹിക്കുന്നതിന് വേണ്ടി ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് വിജയൻ മോഹൻ ക്ഷണിക്കുന്നു. കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ